ഫ്രാൻസിസ് പാപ്പയുടെ മൂന്നാമത്തെ അപ്പോസ്തോലിക പ്രബോധന രേഖയാണ് ഗൗദേത്തെ എത് എക്സുൾത്താത്തെ, അതായത് ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ. തൻ്റെ അജപാലന ശുശ്രൂഷ നേതൃത്വം ആഗോള സഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്തതിൻ്റെ 6ാം വാർഷിക അവസരത്തിൽ 2018 മാർച്ച് മാസം 19-ാം തീയതിയാണ് ഈ പുതിയ ശ്ലൈകീക ആഹ്വാനത്തിന് ഒപ്പുവെച്ചത്. അത് പ്രസിദ്ധീകരിച്ചത് 2018 ഏപ്രിൽ മാസം 9-ാം തീയതിയും. ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ എല്ലാവർക്കും വിശുദ്ധിയിൽ ജീവിക്കാമെന്നുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ ശ്രദ്ധേയമായ അപ്പോസ്തലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ആദ്യമായി ഇറക്കിയ അപ്പോസ്തലിക പ്രബോധനം 2013-ലായിരുന്നു. അത് സുവിശേഷത്തിൻ്റെ ആനന്ദം, ദ ജോയ് ഓഫ് ദ ഗോസ്പൽ എന്നതായിരുന്നു. രണ്ടാമത് ഇറക്കിയത് 2016-ൽ സ്നേഹത്തിൻ്റെ സന്തോഷം, അമോരിസ് ലെറ്റീസിയ ആയിരുന്നു. അതേ പ്രബോധനങ്ങൾക്ക് ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ മൂന്നാമത്തെ പ്രബോധന രേഖ ഗൗദേത്തെ എത് എക്സുൾത്താത്തെ, ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ എന്ന ഈ പ്രബോധന രേഖയും വന്നിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയ്ക്ക് എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട 2 വാക്കുകളുണ്ട്. ഒന്ന് സന്തോഷം, ആനന്ദം. 2 കാരുണ്യം. ഈ 2 വാക്കുകളും ഉൾക്കൊള്ളുന്ന പല പ്രബോധന രേഖകളും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരുണ്യവുമായി ബന്ധപ്പെട്ട് കാരുണ്യവർഷത്തിൽ ഇറക്കിയത് മിസെരിക്കോർദിയ വോൾത്തൂസ്, കാരുണ്യത്തിൻ്റെ മുഖം. അതിന് സമാപനത്തിൽ നൽകിയ പ്രത്യേകമായ ആ ഒരു പ്രബോധനം മീസര എത് മിസെരിക്കോർദിയ, കാരുണ്യവും ദൈന്യതയും. അങ്ങനെ കാരുണ്യം എന്ന വാക്ക് ഫ്രാൻസിസ് പാപ്പയ്ക്ക് പ്രിയപ്പെട്ട ഒരു വാക്കാണെങ്കിൽ, അതേപോലെ തന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ആനന്ദം, സന്തോഷം. സുവിശേഷത്തിൻ്റെ ആനന്ദത്തിലും സ്നേഹത്തിൻ്റെ ആനന്ദത്തിലും ഒക്കെ കാണുന്നത് പോലെ ഈ മൂന്നാമത്തെ പ്രബോധന രേഖയിലും അതിൻ്റെ ആരംഭം തന്നെ പറയുക ഗൗദേത്തെ എത് എക്സുൾത്താത്തെ, ആഹ്ലാദിക്കുവിൻ, ആനന്ദിക്കുവിൻ എന്നതാണ്. 5 അധ്യായങ്ങളിലായി 177 ഖണ്ഡികകളിൽ ആയിരിക്കുന്ന ഈ പ്രബോധന രേഖ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കേവർക്കും പ്രിയങ്കരമായ ഒരു വിഷയം പ്രതിപാദ്യം ചെയ്യുകയാണ്. എങ്ങനെ നമുക്കെല്ലാവർക്കും വിശുദ്ധരായി ജീവിക്കാം എന്നുള്ള ഒരു പ്രത്യേകമായ ആഹ്വാനമാണ് ഈ ഗൗദേത്തെ എത് എക്സുൾത്താത്തെ എന്ന ഈ പ്രബോധനത്തിൽ പറയുക. അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുക റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുക ആഹ്ലാദിക്കുവിൻ, ആനന്ദിക്കുവിൻ. അവിടത്തേക്ക് വേണ്ടി പ്രത്യേകിച്ച് പീഡകൾ സഹിക്കുകയും നിങ്ങൾ അവഹേളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു ക്ഷണമാണ് ഇത്. നിങ്ങളെല്ലാവരും വിശുദ്ധരായിരിക്കണം എന്നുള്ള ക്ഷണം. ഇത് ബിഷപ്പ്മാർക്കോ വൈദികർക്കോ സന്യസ്തർക്കോ മാത്രമുള്ള ഒരു വിളിയല്ലെന്ന് ഫ്രാൻസിസ് പാപ്പ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് എല്ലാ സഭാവിശ്വാസികൾക്കും ഒരുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്ന പ്രത്യേകമായ ഒരു ക്ഷണമാണിത്. അതിൻ്റെ ആദ്യ ഖണ്ഡികയിൽ പറയുന്നു ഹീ വോണ്ട്സ് അസ് ടു ബി സെയിൻസ്. കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്, നാം എല്ലാവരും വിശുദ്ധരായിരിക്കണം. അതേത് ജീവിതാന്തസ്സിലുള്ളവരെന്നില്ല, വ്യത്യാസമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വിശുദ്ധിയിലേക്ക് ഉള്ള ക്ഷണം
ഒരു വിളി, പ്രത്യേകമായ ദൗത്യം, കടമ, കർത്തവ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. ബൈബിളിൻ്റെ ആദ്യ ഭാഗം മുതൽ തന്നെ ഈ വിശുദ്ധിയിലേക്കുള്ള ക്ഷണം വളരെ പ്രസക്തമായി പ്രകടമാകുന്നുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. ഉൽപ്പത്തിയുടെ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുക, അബ്രാഹത്തിനോടുള്ള വിളിയാണ്. വിശുദ്ധിയിലേക്കുള്ള തൻ്റെ വിളി ഇപ്രകാരം അബ്രാഹം ശ്രവിച്ചു: കുറ്റമറ്റവനായി എൻ്റെ മുൻപിൽ നടക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ പ്രഥമ വാക്യത്തിൽ നാം കാണുന്നു. അങ്ങനെ ബൈബിളിലുടനീളം കാണുന്ന ഈ പ്രത്യേകമായ ക്ഷണം ഇങ്ങനെ പ്രത്യേക ജീവിത അവസ്ഥയിൽ സമർപ്പിത ജീവിതത്തിലേക്ക് വന്നവർക്ക് മാത്രമല്ല, സഭയിലുള്ള എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധന രേഖയായ ലൂമൻ ജെൻസിയും ഉദ്ധരിച്ചു തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സഭയിൽ ഇപ്രകാരം വിശുദ്ധരായി പ്രത്യേകമായി നാമകരണം ചെയ്യപ്പെടുന്ന വ്യക്തികളുണ്ട്. ഈ പ്രബോധന രേഖയുടെ 5-ാം ഖണ്ഡികയിൽ അത് പറയുന്നു: ദ പ്രോസസ്സസ് ഓഫ് ബിയാറ്റിഫിക്കേഷൻ ആൻഡ് കാനനൈസേഷൻ recognizes the signs of heroic virtue. അതായത് ഇപ്രകാരമുള്ള ധീരോചിതമായ വീരോചിതമായ പ്രത്യേകതകൾ അനുസരിച്ച് ചില വ്യക്തികളെ വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മോടൊപ്പം വസിക്കുന്ന വിശുദ്ധരെയും നമുക്ക് കാണാനാകും എന്ന് ഫ്രാൻസിസ് പാപ്പ ഈ പ്രബോധന രേഖയുടെ 6-ാം ഖണ്ഡിക മുതൽ വ്യക്തമാക്കുന്നു. ദ സെയിൻസ് നെക്സ്റ്റ് ഡോർ, നമ്മുടെ ഈ വാതിലിന് തൊട്ടപ്പുറത്തുള്ള, അതല്ലെങ്കിൽ കയ്യെത്തുന്ന ദൂരത്ത് നാം കണ്ടെത്തുന്ന വിശുദ്ധരെ പറ്റിയാണ് ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: ഐ ലൈക്ക് ടു കോൺടെംപ്ലേറ്റ് ദ ഹോളിനെസ് പ്രസൻറ്റ് ഇൻ ദ പേഷ്യൻസ് ഓഫ് ഗോഡ്സ് പീപ്പിൾ. ഇങ്ങനെ ദൈവജനത്തിൻ്റെ ആ ക്ഷമയിലും സ്നേഹത്തിലുമൊക്കെ കാണപ്പെടുന്ന ആ വിശുദ്ധിയെപ്പറ്റി ഞാൻ പ്രത്യേകമായി ഒന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇൻ ദോസ് പേരൻസ് ഹു റേസ് ദ ചിൽഡ്രൻ വിത്ത് ഇമ്മെൻസ് ലവ്. ഒത്തിരി സ്നേഹത്തോടെ കരുതലോടെ കുഞ്ഞുമക്കളെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന ആ മാതാപിതാക്കളിൽ കാണുന്ന വിശുദ്ധി. അതോടൊപ്പം തന്നെ ഇൻ ദോസ് മെൻ ആൻഡ് വിമൻ who work hard to support their families. തങ്ങളുടെ കുടുംബം പോറ്റുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന, കണ്ണീരൊഴുക്കുന്ന വ്യക്തികളിൽ കാണുന്ന ആ വിശുദ്ധി. ഇൻ ദ സിക്ക്, ഇൻ ദ എൽഡർലി who never lose their smile. ഇത്രയും കഷ്ടപ്പാടും പ്രയാസങ്ങളിലൂടെയും ജീവിക്കുകയാണെങ്കിലും പ്രായാധിക്യമുള്ളവർ, രോഗാതുരരായ വ്യക്തികൾ, അവരിലൊക്കെ കാണുന്ന ആ വിശുദ്ധി, അവരുടെ മുഖത്ത്, അവരുടെ അധരങ്ങളിൽ ഒരിക്കലും മായാത്ത, അസ്തമിക്കാത്ത ആ പുഞ്ചിരിയുടെ പിന്നിലുള്ള ആ വിശുദ്ധി. അപ്രകാരം വെരി ഓഫൺ ഇറ്റ് ഈസ് എ ഹോളിനെസ് ഫൗണ്ട് ഇൻ അവർ നെക്സ്റ്റ് ഡോർ നെയ്ബേഴ്സ്. നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ ഒരു കൈ നീട്ടിയാൽ സ്പർശിക്കാൻ പറ്റുന്ന ദൂരത്ത് മാത്രം കാണപ്പെടുന്ന ഈ സാധാരണ ജീവിതത്തിലെ അനുദിന വിശുദ്ധരെ പറ്റിയാണ് ഫ്രാൻസിസ് പാപ്പ ഇതിൽ കൂടുതൽ വ്യക്തമാക്കുക. അങ്ങനെ എല്ലാ ക്രൈസ്തവരെയും ഈ വിശുദ്ധിയിലേക്ക്, ഈ പരിശുദ്ധമായ പരിപാവനമായ ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പ്രബോധന രേഖയിൽ പ്രത്യേകമായി വ്യക്തമാക്കുക. അദ്ദേഹം ജോസഫ് മിലീഗ് എന്ന ഒരു ഫ്രഞ്ച് നോവലിസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക, വി മൈറ്റ് കോൾ ദം ദ മിഡിൽ ക്ലാസ് ഓഫ് ഹോളിനെസ്. ഇങ്ങനെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മോടൊപ്പം വസിക്കുന്ന ഈ വിശുദ്ധരെ മിഡിൽ ക്ലാസ് സെയിൻസ്, ഹോളിനെസ്, മധ്യവർത്തികളായ അല്ലെങ്കിൽ നമുക്ക് അനുദിന ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച് എന്നാൽ വിശുദ്ധിയിൽ പ്രത്യാശയിൽ കഴിയുന്നവരായി നമുക്ക് ഇവരെ വിളിക്കാം എന്ന് ഫ്രാൻസിസ് പാപ്പ ഇതിൽ വ്യക്തമാക്കുന്നു. എല്ലാം തികഞ്ഞ വ്യക്തികളല്ല അവർ. അനുദിന ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും പ്രാരാബ്ധവും ഉത്തരവാദിത്വങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ
അനുദിന ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ വിശുദ്ധിയിൽ, അതിൻ്റെ ആ വിശുദ്ധിയുടെ പരിപാവനതയിൽ ജീവിക്കുന്ന വ്യക്തികൾ. ഇതിൻ്റെ 16-ാമത്തെ ഖണ്ഡികയിൽ ഒരു ഉദാഹരണം, വളരെ സാധാരണമായ രീതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സ്ത്രീ പതിവ് പോലെ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു കൂട്ടുകാരി കൂടെ ചേരുന്നു. മറ്റുള്ളവരെ പറ്റിയുള്ള പരദൂഷണം പറയുവാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആ സ്ത്രീയുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്ത, ഇല്ല, ഞാൻ അപ്രകാരം പരദൂഷണം പറയാൻ പാടില്ല, മറ്റുള്ളവർ ഇല്ലാത്ത അവസരത്തിൽ അവരെപ്പറ്റി കുറ്റം പറയുവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറയുക, വിശുദ്ധിയുടെ ഒരു പടി അവർ ചവിട്ടിക്കയറുന്നു എന്നാണ്. മറ്റുള്ളവരെ പറ്റി പരദൂഷണവും കുറ്റവും പറച്ചിലുമൊക്കെ നിർത്തിക്കൊണ്ട് നന്മ മാത്രം ചിന്തിക്കുകയും നന്മ മാത്രം പറയുകയും ചെയ്യുന്നത് വിശുദ്ധിയുടെ അടയാളമാണ്. അങ്ങനെ മാർക്കറ്റിങ്ങിനൊക്കെ പോയി തിരികെ ഭവനത്തിലേക്ക് വരുമ്പോൾ അതാ കുഞ്ഞുമക്കൾ അടുത്തു വരികയാണ്. ക്ഷീണിതയാണെങ്കിലും ക്ഷമയോടെ ആ കുഞ്ഞുമക്കളെ കേട്ടിരിക്കുകയും അവരോട് സംസാരിക്കുകയും സംവാദനം ചെയ്യുകയും സ്നേഹത്തോടെ കരുതലോടെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു കുടുംബനാഥ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിശുദ്ധിയുടെ അടുത്ത പടവിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് അങ്ങനെ ആ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും ആകാംക്ഷയും അസ്വസ്ഥതകളും നിറയുമ്പോൾ ജപമാലയെടുത്ത് പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് തൻ്റെ നൊമ്പരങ്ങളും വേദനകളുമെല്ലാം ആ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ വിശുദ്ധിയുടെ അടുത്ത പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. വീണ്ടും ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ആ റോട്ടിലേക്ക് നടക്കുമ്പോൾ അതാ ഒരു സാധു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് അല്പനേരം കുശലാന്വേഷണങ്ങൾ നടത്തി സ്നേഹത്തോടുകൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെ ആ മനുഷ്യന് ആശ്വാസത്തിൻ്റെതായ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാ ആ വിശുദ്ധിയുടെ അടുത്ത പടിയിലായി. അങ്ങനെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും എനിക്കും നിങ്ങൾക്കും ഒരു വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് കടക്കാനാകുമോ? ഈ ഒരു സാധ്യതയെ പറ്റിയാണ് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി ഈ ഒരു പ്രബോധന രേഖയിൽ ആഹ്ലാദിക്കുവിൻ, ആനന്ദിക്കുവിൻ എന്ന ഈ അപ്പോസ്തലിക പ്രബോധനത്തിൽ പ്രത്യേകമായി വിചിന്തനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം വെല്ലുവിളികളും വിശ്വാസത്തിനെതിരായ ചിന്തകളും കടന്നു വരുമ്പോൾ ഒരു ആകുലതയോടുകൂടെ തന്നെയാണ് അകവും പുറവും എങ്ങനെ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ജീവിക്കാനാകുമെന്ന് ഫ്രാൻസിസ് പാപ്പ ഉറക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ആദ്യ അധ്യായം ഉപസംഹരിക്കുന്നത് തന്നെ ഫ്രഞ്ച് കവിയും എഴുത്തുകാരനുമായ ലിയോൺ ബ്ലോയിയെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഓൺലി ഗ്രേറ്റ് ട്രാജഡി ഇൻ ലൈഫ് ഈസ് നോട്ട് ടു ബിക്കം എ സെയിൻറ്റ് എന്ന് പറഞ്ഞാണ്. അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം, ട്രാജഡി എന്നത് ജീവിതത്തിൽ ഒരു വിശുദ്ധനാകുവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഈ പ്രബോധന രേഖയുടെ 1-ാം അധ്യായം ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നു. അദ്ദേഹം ആ അധ്യായത്തിൽ തന്നെ 2 വിശുദ്ധരായ വ്യക്തികൾ 13 വർഷം വിയറ്റ്നാമിലെ കൽത്തുറുങ്കിൽ കഴിഞ്ഞിരുന്ന യാതനയോടുകൂടെ ജീവിച്ചിരുന്ന കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻ തുവനെ ഉദ്ധരിച്ചു പറയുന്നു. അദ്ദേഹം ഇത്ര നീണ്ട കാലഘട്ടം തടവറയിൽ കഴിയുമ്പോഴും അതെല്ലാം വിശ്വാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനുദിനം ആ ദൈവവുമായി ബന്ധപ്പെടുവാനും അങ്ങനെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാനും പരിശ്രമിച്ചു എന്ന് വ്യക്തമാക്കുന്നു. നമ്മുടെയും ജീവിതത്തിലുള്ള പ്രയാസങ്ങളുടെ, നൊമ്പരങ്ങളുടെ അവസരങ്ങളിൽ സ്വീകരിക്കുകയും എന്നാൽ അത് കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള സാധ്യതയും കണ്ടെത്തിയാൽ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ
കൂടുതൽ അഭികാമ്യം എന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. കൂടാതെ വിശുദ്ധ ജോസഫൈൻ ബക്കീത്തയുടെ ഉദാഹരണം വിവരിച്ചുകൊണ്ട് പറയുന്നു, 7-ാം വയസ്സിൽ ഒരു പിഞ്ചു ബാലികയായിരുന്ന സമയത്താണ് ഇവളെ സുഡാനിലെ അടിമ ചന്തയിൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്ന് വിൽക്കപ്പെടുക. പിന്നീട് പല യജമാനന്മാർക്ക് അവൾ കൈമാറപ്പെട്ടു. അവരുടെ പ്രഹരമേറ്റ് അവളുടെ ജീവിതത്തിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടായിരുന്നു. ശരീരത്തിൽ ആ മുറിപ്പാടുകൾ എന്നും നിലനിന്നിരുന്നു. പക്ഷേ അവൾ ആ കഷ്ടപ്പാടുകളുടെ നടുവിലും ആ ത്യാഗത്തോടുകൂടിയ കണ്ണുനീരിൻ്റെ കാലയളവിലുമൊക്കെ അവളെ സ്നേഹിക്കുന്ന ഒരു യജമാനനെ, ദൈവത്തെ അവൾ കണ്ടുമുട്ടി. അങ്ങനെ ഈ അടിമ ജോലി ചെയ്യുമ്പോഴും ഈ മുറിപ്പാടുകൾ ജീവിതത്തിലേക്ക് ഏൽക്കുമ്പോഴുമൊക്കെ അവൾ സാവധാനം ആ വിശുദ്ധിയുടെ പുതിയ ഒരു അനുഭവ തലത്തിലേക്ക് അവൾ ഉയരുകയായിരുന്നു. ഈ വിശുദ്ധരെല്ലാം നമ്മോട് പറഞ്ഞു തരിക, അവർ തരുന്ന വലിയ പ്രചോദനാത്മകമായ സന്ദേശം ഇതാണ്: എൻ്റെയും ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാനാകുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിച്ച് പറയുക, ദി ഓൺലി ഗ്രേറ്റ് ട്രാജഡി ഇൻ ലൈഫ് ഈസ് നോട്ട് ടു ബിക്കം എ സെയിൻറ്റ്. ഒരു വിശുദ്ധനാകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. 2-ാം അധ്യായത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന, പ്രത്യേകിച്ച് ഈ സമകാലിക സാഹചര്യങ്ങളിൽ കാണുന്ന വിശുദ്ധിക്കുള്ള വിലങ്ങുതടികളെയാണ്, അല്ലെങ്കിൽ വിശുദ്ധിക്കെതിരായിട്ടുള്ള, വിശുദ്ധ ജീവിതം നയിക്കുവാൻ എതിരായിട്ടുള്ള ശത്രുക്കളെ പറ്റിയാണ് വിവരിക്കുക. 2 പ്രത്യേകമായ സാഹചര്യങ്ങളെ ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപുള്ള ആദ്യത്തെ അപ്പോസ്തലിക പ്രബോധന രേഖയായ സുവിശേഷത്തിൻ്റെ സന്തോഷം ഇവാഞ്ചലി ഗൗദിയും ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിൻ്റെ 94-ാമത്തെ ഖണ്ഡികയിൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന 2 അപകടങ്ങൾ, ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് പ്രതിബന്ധമായി വിലങ്ങുതടിയായി കടന്നു വരുന്ന 2 സിദ്ധാന്തങ്ങളെ വിവരിച്ചുകൊണ്ടാണ് ഈ പുതിയ അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ 2-ാം അധ്യായം വിവരിക്കുക. ഒന്ന്, ജ്ഞാനവാദത്തോടുകൂടി ഉള്ള ആകർഷണമാണ്, ദി അഗ്നോസ്റ്റിക് തിങ്കിങ്. പ്രത്യേകിച്ച് വ്യക്തിനിഷ്ഠമായ വിശ്വാസമാണത്. അതിൻ്റെ ഏക താല്പര്യം തൻ്റെ ജ്ഞാനത്തിലുള്ള ആ ആശ്രയബോധമാണ്. എനിക്കറിയാവുന്ന ഈ സയൻസും ഞാൻ പഠിക്കുന്ന അറിവുകളും എല്ലാം എൻ്റെ വിശ്വാസത്തിന് വിഘാതമായി നിലകൊള്ളുകയും ഈ വിജ്ഞാനത്തിൻ്റെ ശക്തിയിൽ മാത്രം ജീവിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കാര്യമായ ശ്രദ്ധ പതിപ്പിക്കാതെ ജീവിക്കുമ്പോഴുള്ള ആ അപകടം, അതാണ് ഇന്നുള്ള ആധുനിക കാലഘട്ടത്തിലുള്ള ഒരു അപകടം. 2-ാമതായി, സ്വയം മുഴങ്ങുന്ന പ്രൊമേത്തിയൻ നവീന പെലാജിയനിസമാണെന്നും വ്യക്തമാകുന്നു. അതായത് ആത്യന്തികമായി സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആധുനിക മനുഷ്യൻ ജീവിക്കുമ്പോൾ, അങ്ങനെ ദൈവത്തെ മറന്ന്, അയൽക്കാരെ മറന്ന്, സ്വന്തം സുഖ സൗകര്യങ്ങളും ശക്തിയും മാത്രം ആശ്രയിച്ചുകൊണ്ടും അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടും ജീവിക്കുമ്പോഴുള്ള ഒരു അപകടം. ഈ 2 കാര്യങ്ങളാണ് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉള്ള ആ അഗ്നോസ്റ്റിക് ചിന്താഗതിയിൽ നിന്ന് ജീവിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരാകരിക്കുന്നതും, സ്വന്തം ശക്തിയും കഴിവും സുഖസൗകര്യങ്ങളും മാത്രം അന്വേഷിച്ചുകൊണ്ട് അപരനെയും പരമമായി ദൈവത്തെയും നിരാകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആ സാഹചര്യങ്ങളാണ് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമ്മെ എല്ലാവരെയും ആകർഷിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും നമ്മെ എടുത്തു മാറ്റുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അതിൻ്റെ അപകടം ഇതാണ്: ഈ 2 വഴികളിലും യേശുക്രിസ്തുവിനെയോ മറ്റുള്ളവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ താല്പര്യമില്ല. ഇവ ഒരുതരം മനുഷ്യ കേന്ദ്രീകൃത അന്തർവർത്തിത്വമാണ്.
മായം ചേർത്ത ഇത്തരം ക്രിസ്തു മതരൂപങ്ങളിൽ നിന്ന് യഥാർത്ഥ സുവിശേഷവൽക്കരണാവേശം ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ സാധ്യമല്ല. അങ്ങനെ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതം എൻ്റെ ബുദ്ധിശക്തിയിലും എൻ്റെ സുഖസൗകര്യങ്ങളിലും വ്യക്തിപരമായ ശക്തിയിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെയും അപരനെയും മറന്ന് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അപകടം എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഇതിൽ 2-ാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കുക. 3-ാം അധ്യായം വരുമ്പോൾ അത് അവിടെ യേശുവിലേക്ക് തിരിയുവാൻ, അങ്ങനെ യേശുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആ യേശുവിൻ്റെ കൃപയിൽ ധ്യാനിച്ചുകൊണ്ട് പുതിയ ഒരു ജീവിത സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് പാപ്പ നൽകുന്നത്. ഗുരുവിൻ്റെ വെളിച്ചത്തിലൂടെ ഇൻ ദ ലൈറ്റ് ഓഫ് ദ മാസ്റ്റർ എന്നാണ് ആ 3-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ. അങ്ങനെ ഗുരു നൽകുന്ന ആ വെളിച്ചത്തിലൂടെ നാം ചരിക്കുമ്പോൾ നാം നമ്മുടെയും ജീവിതം ആ ഗുരുവിൻ്റെ വിശുദ്ധിയിലേക്ക് പ്രാപിക്കുകയും അതോടൊപ്പം തന്നെ എന്നോടൊപ്പം വസിക്കുന്ന എൻ്റെ അയൽക്കാരനോട്, സഹജീവികളോട് സഹാനുഭൂതിയോട് ജീവിക്കാനുമാകും എന്ന് വ്യക്തമാക്കുന്നു. ക്രിസ്തുവിലേക്ക് തിരിയുക എന്നതിനേക്കാൾ കരണീയമായ ഒന്നില്ല എന്നാണ് ഈ 3-ാം അധ്യായത്തിൽ വ്യക്തമാക്കുക. ക്രിസ്ത്യാനിയുടെ തിരിച്ചറിയൽ കാർഡാണ് അഷ്ടസൗഭാഗ്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലുള്ള ആ വാക്യങ്ങളിൽ നിന്നും വിചിന്തനം നടത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു പുതിയ മാർഗദർശിയായി ഈ അഷ്ടസൗഭാഗ്യങ്ങൾ, ക്രിസ്തുവിൻ്റെ സുവിശേഷ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുക. അതിൻ്റെ വിചിന്തനത്തിലേക്കും അത് ജീവിതത്തിൽ പാലിക്കുന്നതിനും വേണ്ടി നമുക്കറിയാം, മഹാത്മാഗാന്ധി പോലും ഈ അഷ്ടസൗഭാഗ്യങ്ങളെ, സുവിശേഷത്തിൻ്റെ ഈ സൗഭാഗ്യങ്ങളെപ്പറ്റി വിവരിക്കുക ദ എസെൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ്. ക്രിസ്തുമതത്തിൻ്റെ അന്തസത്ത നമുക്കവിടെ കാണാനാകും. ഫ്രാൻസിസ് പാപ്പ അതിനെ വിളിക്കുക ദി ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ദി ഐഡൻറ്റിറ്റി കാർഡ്. ക്രിസ്ത്യാനിയുടെ തിരിച്ചറിയൽ കാർഡാണ് ഈ സുവിശേഷ സൗഭാഗ്യങ്ങൾ. അല്ലെങ്കിൽ പറയുക, ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ ആണ് ഈ സൗഭാഗ്യങ്ങൾ തെളിയുക എന്നതാണ്. അവിടെ അനുഗ്രഹീതർ അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ എന്ന് ആവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് വിശുദ്ധർ എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ്, ഒരു സിനോണിമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യത്തിലെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്നുള്ള ആ വാക്യം എടുത്ത് ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ആത്മാവിലുള്ള ദാരിദ്ര്യം മറ്റുള്ളവരോടുള്ള പ്രതിജ്ഞാബദ്ധതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ ജീവിതം അന്ധമായി മാറുക, സ്വത്തും ധനവും സ്വന്തമായി കാത്തുസൂക്ഷിക്കുകയും അത് അന്ധമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ആ സുന്ദരമായ ഉപമ വിവരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഈ ധനത്തിലുള്ള ആശ്രയം കൊണ്ട് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. ആ ധനികനായ മനുഷ്യൻ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകുമ്പോൾ ഇപ്രകാരം പറയുന്നു, അവൻ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അങ്ങനെ അതിൽ ധാന്യവും വിഭവങ്ങളും സംരക്ഷിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ മനം മറ്റൊന്നായിരുന്നു. ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച്
വയ്ക്കുന്നവനും എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലൂക്കായുടെ സുവിശേഷത്തിലെ ഉപമ വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വത്തിൽ ഉറപ്പും ശരണവും വയ്ക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ആ വിശുദ്ധ ജീവിതം നയിക്കാനാവില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോളയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിവരിക്കുക, ദ ഹോളി ഇൻഡിഫറൻസ്, അതായത് വിശുദ്ധമായ നിസ്സംഗത. ഈ സ്വത്തിനോടും ലൗകികതയോടുമൊക്കെ ഒരു നിസ്സംഗതാ മനോഭാവത്തോടുകൂടെ വിശുദ്ധിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു നിസ്സംഗതയോടുകൂടെ ജീവിക്കുകയും അങ്ങനെ സ്വർഗത്തിലേക്ക് മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ വിശുദ്ധിയുടെ പാതയിൽ ആകുക എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നു. ഈ പ്രബോധരേഖയുടെ 107-ാം ഖണ്ഡികയിൽ മദർ തെരേസയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, യെസ്, ഐ ഹാവ് മെനി ഹ്യൂമൻ ഫോൾട്ട്സ് ആൻഡ് ഫെയിലിയേഴ്സ്, ബട്ട് ഗോഡ് ബെൻഡ്സ് ഡൗൺ ആൻഡ് യൂസസ് us, you and me, to be his love and his compassion in the world. എനിക്കും കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും കർത്താവ് എന്നിലേക്ക് കുനിഞ്ഞ് എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ കാരുണ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയുള്ള വിശുദ്ധിയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുമെന്ന് പ്രത്യേകമായി മദർ തെരേസയും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ഹൃദയശാന്തത വഴി, മറ്റുള്ളവരോടുള്ള കരുതലും കാരുണ്യവും വഴി, സ്നേഹത്തോടുകൂടെ ആ വിശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യവും വിശുദ്ധിയുടെ കരുതലും ഞങ്ങളുടെയും ജീവിതത്തിൽ എന്നും പാലിക്കുവാനും അങ്ങയുടെ പ്രിയസുതനായ യേശു ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ മാതൃക സ്വീകരിച്ചുകൊണ്ട്, ഞങ്ങളോട് പറഞ്ഞു തന്ന പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളും ആ കാരുണ്യത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. അനുദിന ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം ഏകണമേ. പ്രിയമുള്ളവരെ, വിശുദ്ധരായി ജീവിക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളിയാണ്. എന്നാൽ ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൻ്റെ ദൗത്യവും വിളിയും ഇങ്ങനെ വിശുദ്ധിയിലേക്ക് ജീവിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് കാരുണ്യം കാണിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്ന ആ വാക്യം നമുക്ക് ആഹ്ലാദിക്കാം, സന്തോഷിക്കാം, കാരുണ്യത്തിൽ ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.